അതേതായാലും നന്നായി. നമ്മൾ കുറെ നാളായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. കാരണം നമ്മൾ കേരളത്തിലുടനീളം ഡേ ബൈ ഡേ കുറെ ഫാമിലി വ്ളോഗേഴ്സ് ഇങ്ങനെ ഉടലെടുത്തോണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ആ സമയത്ത് ഇവർക്കാണെങ്കിൽ പെട്ടെന്ന് റീച്ച് ആവുകയും ചെയ്യും. ഇവരുടെ റീച്ച് എന്ന് പറഞ്ഞാൽ വീട്ടമ്മമാരും അതുപോലുള്ള വീട്ടിൽ ഉച്ച കഴിഞ്ഞ് പണി കഴിഞ്ഞിരിക്കുന്ന ആൾക്കാരാണ് ഇവരെ വീഡിയോസ് കാണുന്നത് മെയിൻ ആയിട്ട്. അപ്പൊ ഈ നമ്മുടെ ഫാമിലി വ്ളോഗേഴ്സ് മെയിൻ ആയിട്ട് പാവപ്പെട്ട വീട്ടമ്മമാരാണ് മെയിൻ ആയിട്ട് ടാർഗറ്റ് ചെയ്യുന്നത്. കാരണം അവരാണ് ഇവരുടെ വീഡിയോസ് കാണുന്നത്. അപ്പൊ അവർ വേഗം തലയൊക്കെ എടുത്ത് വെച്ചോളൂരാ. അപ്പൊ എന്താണ് ഇതിനകത്ത് പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് കുറെ തട്ടിപ്പിന്റെ ആശാന്മാർ നമ്മുടെ ഫാമിലി വ്ളോഗേഴ്സിനെ ഒന്ന് സമീപിക്കും കുറെ പൈസ കൊടുത്തിട്ട്. അപ്പൊ ഈ ഫാമിലി വ്ളോഗേഴ്സ് പൈസ കിട്ടുന്ന ആർത്തിയുണ്ട് അതൊന്നും നിരസിച്ച് കളയില്ല, അതൊക്കെ അക്സെപ്റ്റ് ചെയ്യും. എന്നിട്ട് അങ്ങോട്ട് പ്രൊമോട്ട് ചെയ്യും അങ്ങോട്ട് ഒരു ചാനൽ വഴി. അപ്പൊ ഈ വീട്ടമ്മമാർ ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് അവർ ആ കുഴിയിൽ നിന്ന് ചാടും, അവരെ പൈസ മൊത്തം പോവുകയും ചെയ്യും. അങ്ങനെ ലാസ്റ്റ് ആരോടും പറയാൻ പറ്റാത്ത അവസ്ഥ ആകുമ്പോൾ വീട്ടിൽ നിന്ന് കരയാം. ആ ഒരു അവസ്ഥയാണ്. പോലീസിൽ ചെന്ന് കംപ്ലൈന്റ് കൊടുത്താൽ പോലും കണ്ടുപിടിക്കാൻ പറ്റാത്തുള്ള തട്ടിപ്പിന്റെ ബാക്ക്ഗ്രൗണ്ട്സ് ആണ് ഇതിന്റെ പുറകിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇതിനൊരു അറുതി ഒന്നുമില്ല, അതിൽ വളരെ നല്ലൊരു കാര്യമാണ്. പക്ഷെ ഇവരെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് കാര്യങ്ങളൊന്നും ബാൻ ചെയ്തുകൊണ്ട് യാതൊരു കാര്യത്തിലുള്ള കാര്യമില്ല എനിക്ക് തോന്നുന്നത്. കാരണം ഒരു മെയിനായിട്ട് പ്രൊമോഷൻ ആണ് ചെയ്യുന്നത് ഫേസ്ബുക്ക് യൂട്യൂബ് വഴിയാണ്. ഇതിനാണ് ഇവരുടെ മെയിനായിട്ട് കുറച്ച് നാളത്തേക്ക് ബാൻ കൊടുക്കേണ്ടിയിരിക്കുന്നത്. എൻ്റെ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ എന്നുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനിയെങ്കിലും ആരും തട്ടിപ്പിലൊന്നും ചാടാതിരിക്കുക.